സ്വാമിജി നമസ്കാരം. നമസ്കാരം. സ്വാമി, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വിഷയമായി ഇരിക്കുകയാണ്. അപ്പോൾ സ്വാമിജിയുടെ ശക്തിബോധി ഗുരുകുലത്തിനും എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് ഈ ചോദ്യോത്തര പങ്ക്തി നടത്തുന്നത്. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജിജി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തവും സന്ദർഭോചിതവുമാണ്. ശക്തിബോധി ഗുരുകുലത്തിന് രാഷ്ട്രീയമുണ്ടോ? ആ കാര്യം ഞാൻ ആദ്യം പറയാം. ശക്തിബോധി ഗുരുകുലം എന്ന് പറയുന്നത് ആകാശത്തു നിന്ന് പൊട്ടി ആകാശത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. അത് ഭൂമിയിലാണ് നിലനിൽക്കുന്നത്. ഭൂമിയിൽ ഭാരതം എന്ന് പറയുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് അത് രൂപീകൃതമായിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തന വ്യാപ്തി കേരളം മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ലോകം മുഴുവൻ അത് വ്യാപിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യർക്കിടയിലാണ് ശക്തിബോധി ഗുരുകുലം പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റേതായ എല്ലാ ജീവിത ഘടകങ്ങളും, സാമൂഹികവും വ്യക്തിപരവുമായ ജീവിത ഘടകങ്ങളും പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്യാനുള്ളൊരു ബാധ്യത ശക്തിബോധി ഗുരുകുലത്തിന് തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് ശക്തിബോധി ഗുരുകുലത്തിലെ അംഗങ്ങളായ മനുഷ്യർക്കൊക്കെ അവരുടെ വ്യക്തിപരമായി ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടായിരിക്കുന്നത് പോലെ, വ്യക്തിപരമായി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത് പോലെ, വ്യക്തിപരമായി ഇഷ്ടമുള്ള ചെരുപ്പുകൾ ഉണ്ടായിരിക്കുന്നത് പോലെ, വ്യക്തിപരമായി ഇഷ്ടമുള്ള രാഷ്ട്രീയങ്ങളും ഉണ്ടായിരിക്കാം. അല്ലാതെ ശക്തിബോധി ഗുരുകുലത്തിന് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇല്ല. ശക്തിബോധി ഗുരുകുലത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കും. അതിന് ശക്തിബോധി ഗുരുകുലം തടസ്സവുമല്ല. ശക്തിബോധി ഗുരുകുലത്തിലെ ഒരു അംഗമായ വ്യക്തി എന്ന നിലയിൽ എൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അത് ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഒളിച്ചു വെച്ചിട്ടേ ഇല്ല. പക്ഷേ ശക്തിബോധി ഗുരുകുലം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്നൊരു പ്രസ്ഥാനമല്ല. അതിൽ ആത്മീയവും തത്വചിന്താപരവുമായ നിരവധി വിഷയങ്ങൾ, സാഹിത്യപരമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പാൽപ്പായസത്തിൽ നമ്മളാരും ഉപ്പ് ചേർക്കാറില്ല. രാഷ്ട്രീയം മാനവ ജീവിതത്തിൻ്റെ ഉപ്പാണ്. ആത്മീയത പാൽപ്പായസവുമാണ്. അതുകൊണ്ട് ആത്മീയതയിൽ രാഷ്ട്രീയം ചേർക്കരുത്. BJP ഒക്കെ ചെയ്യുന്നത് ആത്മീയതയിൽ രാഷ്ട്രീയം ചേർക്കുകയാണ്. ഇപ്പോൾ സ്വാമി ചിദാനന്ദപുരിയെ പോലുള്ള ആളുകൾ പറയുന്നത് എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു. ശങ്കരൻ്റെ നാടാണ് ഇത്, അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്നാണ് സ്വാമി ചിദാനന്ദപുരി പറയുന്നത്. പക്ഷേ ശങ്കരൻ്റെ നാടാണ് എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്നല്ല പറയേണ്ടത്. ശരിക്കും ഇത് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും EMSൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ മന്ത്രിയായിരുന്നു, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. നാടായ ആധുനിക നവോത്ഥാന ഭാരതത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്നാണ് പറയേണ്ടത്. ശങ്കരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജാവിൻ്റെ രാഷ്ട്രീയമാണ്. രാജാവ് നാട് ഭരിക്കുന്ന രാഷ്ട്രീയമാണ്. നാരായണ ഗുരുവിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിലേക്ക് ലോകം ചുവട് വയ്ക്കുന്നതോടൊപ്പം ചുവട് വെച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനാണ് എന്നെപ്പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. സ്വാമി ചിദാനന്ദപുരിയും അത്തരമൊരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വേദാന്തത്തിൽ നല്ലപോലെ അവഗാഹമുള്ള ഒരു വ്യക്തിത്വമാണ്, എനിക്ക് ആ നിലയിൽ ബഹുമാന്യനുമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്ന പാൽപ്പായസത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഉപ്പ് ചേർക്കുന്ന രാഷ്ട്രീയമാണ്, അഥവാ BJP രാഷ്ട്രീയമാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.